ശ്രീ അനുമോൾ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? എനിക്ക് ഈ കാര്യത്തിൽ ഒരു ഒറ്റ കാര്യം ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഈ ലോകത്ത് മനുഷ്യജാതി എന്ന് പറഞ്ഞൊരു ഒറ്റ ജാതിയുണ്ട്. അതില് രണ്ട് ജാതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആണും പെണ്ണും. അല്ലാണ്ട് ഒരു ജാതിയോ മതമോ അങ്ങനെയൊന്നും ഇല്ല സാർ. കാരണം നമുക്ക് ജീവിക്കാൻ, മനുഷ്യൻ ഒരാപത്ത് വരുമ്പോ തന്നെ ഈ ജാതിയോ മതമോ ഒന്നും ആരും കാണുന്നില്ലല്ലോ. ഉണ്ടോ? ഇപ്പൊ IM വിജയനെ പോലത്തെ ഒരു വ്യക്തിയെ ഇങ്ങനെ കോളനി വാണെന്നൊക്കെ വിശേഷിപ്പിച്ച ആ പറഞ്ഞവരുടെ മനസ്സിലാണ് ശരിക്കും പറഞ്ഞ എന്നാ പറയണേ, അവരുടെ സംസ്കാരം, അവർ ഉയർന്ന ജാതിക്കാരാണ് പറയുന്നത്, അത് അവരെന്ത് അർത്ഥമാക്കണം എന്നൊന്നും കൂടി പറഞ്ഞ് മനസ്സിലാക്കി തന്നെ. പിന്നെ ഉയർന്ന ജാതി എന്ന് നമ്മൾ മനസ്സിലാക്കണമില്ല. നമ്മളൊരു മനുഷ്യൻ അവരുടെ സ്വഭാവം രൂപീകരണം നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെയും സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടത് അവരുടെ പെരുമാറ്റത്തിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും അല്ലേ. അതിന് പകരം ഇവരിങ്ങനെ ജാതിയും മതവും വർഗീയതയും പറഞ്ഞ് പഠിപ്പിച്ച് ഇവരുടെ സമൂഹത്തെ ഇവർ വളർത്തിയെടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ കേരളത്തിന് ഒരു നേട്ടവും ഇല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് ഞാനൊരു കാര്യം പറയാം. ആദ്യമായിട്ട് ഗോപകുമാർ ചെർപ്പുളശ്ശേരി എന്ന് പറഞ്ഞൊരു സാർ ആദ്യം ചേട്ടൻ വിളിച്ചല്ലോ. പുള്ളി പറഞ്ഞല്ലോ ഇവിടെ സംഭരണം വേണ്ടെന്ന് തീരുമാനിക്കാൻ അദ്ദേഹത്തിന് അധികാരമില്ല. കാരണം ഞാൻ ഈ സംഭരണം മേടിച്ച് ഞങ്ങൾ പഠിച്ചു വളർന്ന് ഒരു ചെറിയ ജോലിയൊക്കെ കിട്ടി ഞങ്ങൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിലെ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ സംഭരണം വേണോ വേണ്ട, അത് ഈ താഴെ തട്ടിലുള്ള ഈ പാവപ്പെട്ട ജനങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് സമ്പത്തുണ്ട്, വീടില്ല, വാടകയ്ക്ക് താമസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഈ ഇവർ ഈ ഉദ്ദേശിക്കുന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ ഇനിയും അവര് പറമ്പിൽ ഇറങ്ങി പണിയെടുക്കണോ? അതോ അടിമത്തം അനുഭവിക്കണോ? ഇവരൊക്കെ എന്താ ഉദ്ദേശിക്കണേന്നൊന്ന് പറഞ്ഞു തരുവാണെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ഈ വർഗീയ കോമരങ്ങളോട് എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ. ഒരു മനുഷ്യ ഒരു ആപത്ത് വരുമ്പോഴത്തേനും ഈ ജാതി മതമൊന്നും ആരും പറഞ്ഞു കാണുന്നില്ലല്ലോ. ഉണ്ടോ? അപ്പൊ സംസ്കാരം മറ്റു കാര്യങ്ങളും പഠിച്ചെടുക്കണം. നമ്മൾ കുടുംബത്തിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കണം. എന്നിട്ട് ഇവർ വർഗീയതയും വലിയ ഉയർന്ന ജാതിക്കാരാണ്, ബ്രാഹ്മണരാണ് അങ്ങനെ പറയണത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ വേടൻ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, പാട്ട് പറഞ്ഞ പുള്ളീനോടും IM വിജയനോടും മറ്റേ കലാഭവൻ മണിയോടാണെങ്കിലും വിനായകനോടൊക്കെ ആണെങ്കിലും എങ്ങനെയെങ്കിലും താഴ്ത്തി കെട്ടാൻ തന്നെയാണ് നോക്കുന്നത് അല്ലേ. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ഇത് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ സമുദായത്തിൽ അല്ലെ സാധാരണ, അതായത് താഴെ തട്ടിലുള്ള പിള്ളേര് പഠിച്ച് ഉയർന്നു വരരുത്, നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും എങ്ങനെയൊക്കെ താഴ്ത്തി കെട്ടാവോ അതെല്ലാം ചെയ്യുന്നുണ്ട്. സത്യത്തിൽ എന്റെ ജീവിതത്തിൽ ഞങ്ങളൊക്കെ പഠിച്ച അനുഭവം ഞാൻ പറയട്ടെ. ഞങ്ങൾ റെന്റിന് താമസിക്കുന്ന ആൾക്കാരാണ്. നമ്മളൊരു വീട് വാടകയ്ക്ക് എടുക്കാൻ ചെല്ലുമ്പോൾ ആദ്യം ഇവർ നോക്കും നമ്മളെ നിറം എന്താ, പിന്നെ സാമ്പത്തികം അവർക്ക് പ്രശ്നമില്ല, ജാതി ഏതാ. ഇപ്പൊ നമ്മൾ താഴ്ന്ന ജാതി എന്നാണ്. അപ്പൊ എല്ലാ ഫർണിച്ചറും എല്ലാം കഴിഞ്ഞൊരു വീടാണെങ്കിൽ അവർ പറയും പിന്നെ വീടിന് പണിയുണ്ട് കൊടുക്കരുത്. പിന്നെ ഈ കേരളത്തിൽ ജാതിയില്ലെന്ന് ആരോട് പറയണേ? ജാതിയുണ്ട്, വർഗീയതയുണ്ട്, നിറത്തിന്റെ പേരുള്ള അധിക്ഷേപങ്ങളും എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർ പുറത്തു വന്ന് പറയാനൊരു പ്ലാറ്റ്ഫോം ഇല്ല. ശരിക്കും പറഞ്ഞു ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങളെ പോലെയുള്ള ചാനലുകാർ ഇങ്ങനെ ഒരു വിഷയം എടുത്തുകൊണ്ടാണല്ലോ ഇപ്പൊ ഞങ്ങൾക്കൊന്ന് വിളിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് പിന്നെ IM വിജയനെ ഇവര് കോളനി വാണെന്നൊന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിന് വേണ്ടി സംഭാവന ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും വിവരമുള്ള ആൾക്കാരും വിസ്മരിക്കില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ശരി, അനുമോളുടെ അഭിപ്രായം വളരെ ശക്തമായ അഭിപ്രായം തന്നെയാണ്. അനുമോൾ കൃത്യമായി പറഞ്ഞത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സംവരണം ഏർപ്പെടുത്തിയത്? അത് ആരെങ്കിലും ഒരു വിഭാഗത്തിന് ഏതെങ്കിലും ഒരു ഔദാര്യം എന്ന നിലയ്ക്കല്ല. കൂടി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്നേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ തലമുറ പോലും മുന്നോട്ട് വരുന്നത്. അങ്ങനെ എത്രയോ തലമുറകൾ ആയി അനുഭവിക്കുന്ന തലമുറകളായി മണ്ണിൽ പണിയെടുക്കുന്നവരെ ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുത്ത ഒരു വിഭാഗമാണ് മറുഭാഗത്ത് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ സംസാരിക്കുന്ന. വേറെ നല്ല സാറ് വ്യക്തമായിട്ടൊരു മറുപടി സാറ് പറയുന്നതിന് വളരെ സന്തോഷം. ശരിയാണോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.